സോ വെൽക്കം ബാക്ക് ടു എ ന്യൂ സെഷൻ. നമ്മൾ ഒരുപാട് സിസ്റ്റത്തിനെ കുറിച്ചും ഒരുപാട് ഓർഗൻസിനെ കുറിച്ചും ഡിസ്കസ് ചെയ്തിട്ടുണ്ടല്ലേ. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നതാണ് ഒരു ക്ലൂ വരാം. അതായത് നമ്മൾ ഡെയിലി ലൈഫിൽ നമ്മൾ ഫുഡ് കഴിക്കുന്നുണ്ട്. അപ്പം നമ്മൾ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടി വാട്ടർ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഓർഗനാണ് ഇവിടെ നമ്മൾ പഠിക്കുന്നത്. ആ ഒരു സിസ്റ്റം യെസ്, യൂറിനറി സിസ്റ്റമാണ് നിങ്ങൾ ഗെസ് ചെയ്തതെങ്കിൽ അതാണ് കറക്റ്റ് ആൻസർ. സോ യൂറിനറി സിസ്റ്റം, നമ്മൾ യൂറിനറി സിസ്റ്റത്തിൻ്റെ സഹായത്തോടെയാണ് നമ്മൾ ഈ പറയുന്ന വാട്ടറൊക്കെ നന്നായിട്ടൊന്ന് ഫിൽറ്റർ ചെയ്തിട്ട് യൂറിനെ പുറത്തോട്ട് റിലീസ് ചെയ്യുന്നത്. വാട്ട് ഇഫ് നമ്മൾ യൂറിൻ ഒന്നും പുറത്തോട്ട് റിലീസ് ചെയ്യുന്നതിൽ അതേപോലെ റിട്ടൻഷൻ ആയിട്ട് വെക്കുന്നെങ്കിൽ, പുറത്തോട്ട് എലിമിനേറ്റ് ചെയ്യാതെ ഇരുന്നെങ്കിൽ നല്ലതാണോ? അപ്പം നമ്മൾ അതിനു വേണ്ടി നമ്മൾ കത്തീറ്റർ ഇട്ട് യൂറിൻ വെളിയിലോട്ട് എടുക്കും. എന്തെങ്കിലും തരത്തിലുള്ള ഒബ്സ്ട്രക്ഷൻ ആണെങ്കിൽ ഒബ്സ്ട്രക്ഷൻ മാറ്റാൻ വേണ്ടി ശ്രമിക്കും. കാരണം ഡെഫിനറ്റ്ലി ആ ഒരു യൂറിൻ്റെ പാസേജ് കറക്റ്റായിട്ട് പുറത്തോട്ട് ഉണ്ടാവണം. ഓക്കെ, സോ ഇതിനു വേണ്ടി നമ്മൾ പഠിക്കാൻ വേണ്ടി നോട്ട്സും കൂടി ഞാൻ കരുതിയിട്ടുണ്ട്. ആർക്കെങ്കിലും നോട്ട്സ് ഞാനാണെങ്കിൽ ലിങ്ക് ഫോമിൽ ഇട്ടിട്ടുണ്ടാവും, അത് നോക്കണം കേട്ടോ. ഡെയിലി ലൈഫിൽ 400 മുതൽ 600 ml യൂറിനൊക്കെ ആവുന്ന സമയത്ത് തന്നെ നമ്മുടെ ബോഡിയിൽ യൂറിനേറ്റ് ചെയ്യണം എന്നൊരു ഏർജ് നമുക്ക് തോന്നും. ഓക്കെ, അങ്ങനെയാണ്. ഇപ്പം തന്നെ നമുക്ക് 3 ടൈപ്പ് യൂറിൻ പാസ് ചെയ്യും. 3 ടൈപ്പ്. ഇപ്പം നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയത്ത് ഒന്ന് യൂറിൻ പാസ് ചെയ്തിട്ട് വരാം എന്ന രീതിയിൽ നമ്മൾ യൂറിൻ പാസ് ചെയ്യാനായിട്ട് പോകും. ചില സമയത്ത് യൂറിൻ മാക്സിമം നിറയാറായി യൂറിനേറ്റ് ചെയ്യണം എന്നുള്ളൊരു സ്റ്റേജ്. പിന്നത്തുള്ള സ്റ്റേജ് ഇനി ഒട്ടും തന്നെ യൂറിൻ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റുന്നില്ല, നമ്മളെ ബ്ലാഡർ അത്രയും ഫിൽഡായിട്ട് ഇരിക്കുന്ന ഒരു സ്റ്റേറ്റ്, അങ്ങനെയൊക്കെ ഉണ്ട്. ഇത് നമ്മുടെ ബോഡിയിലുള്ള ആസിഡിനെയും ബേസിനെയും ബാലൻസ് ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കുന്നുണ്ട്. ദെൻ ഇതിൻ്റെ ഒരു സ്ട്രക്ചർ ബീൻ ഷേപ്ഡ് ആണ്. ഇതിൻ്റെ ഒരു വെയിറ്റ് ഒക്കെ പറയുന്ന സമയത്ത് ലെങ്ത് ഒരു 12.5 സെൻറ്റിമീറ്ററും വെയിറ്റ് ഒരു 113 മുതൽ 170 ഗ്രാമോളം വരുന്നുണ്ട്. ആൻഡ് റിട്രോ പെരിറ്റോണിയൽ ആണ് അതിൻ്റെ ഒരു ലൊക്കേഷൻ. നമ്മുടെ ഇപ്പോൾ ഒരു സ്പൈനൽ കോഡിൻ്റെ നമ്മൾ പറയില്ലേ തൊറാസിക് ലംബാർ, അവിടുന്ന് 12ാമത്തെ തൊറാസിക് മുതൽ 3ാമത്തെ ലംബാർ വരുന്ന ആ ഒരു റീജിയനിലാണ് നമ്മുടെ കിഡ്നി ബീൻ ഷേപ്ഡ് സ്ട്രക്ചർ ഇരിക്കുന്നത്. ഏകദേശം 1 മില്യൺ നെഫ്രോണുകൾ കൊണ്ടാണ് കിഡ്നി ഉണ്ടാക്കിയിരിക്കുന്നത്. ആൻഡ് ബ്ലഡ് സപ്ലൈ പറയുന്നെങ്കിൽ നമ്മുടെ ഹാർട്ടിൽ നിന്നുള്ള ഒരു 20 മുതൽ 25 ബ്ലഡ് സപ്ലൈയും നടത്തുന്നത് കിഡ്നിയിലോട്ടാണ്. ഓക്കെ, ആൻഡ് അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഹാർട്ട് ഫെയിലിയർ ഉണ്ടാകുന്ന സമയത്ത് അത് കിഡ്നി ഫെയിലിയറിലോട്ട് വരെ നയിക്കാം. കാരണം റെനിൻ, ആൻജിയോടെൻസിൻ, ആൽഡോസ്റ്റിറോൺ മെക്കാനിസം അവിടെ ആക്ടിവേറ്റ് ചെയ്തിട്ട് കോമ്പൻസേറ്റ് ചെയ്യാനൊക്കെ ശ്രമിക്കുന്നുള്ളൊരു കാര്യം വരുന്നുണ്ട്. ഇനി ബ്ലഡിൻ്റെ സപ്ലൈ ഒന്ന് നമുക്ക് നോക്കാം. എങ്ങനെയാണ് ബ്ലഡിൻ്റെ സപ്ലൈ ഇവിടെ നടത്തുന്നത്? നമ്മുടെ അയോട്ടയുണ്ട്. അയോട്ടയാണ് വലിയ നമ്മുടെ നല്ല ബ്ലഡിനെ ബോഡിയിലോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുന്നതാണ് അയോട്ട. ഈ അയോട്ടയിൽ നിന്ന് നമ്മുടെ കിഡ്നി എന്ന് പറയുന്ന ഇങ്ങനൊരു ബീൻ ഷേപ്ഡ് ആയിട്ട് സ്ട്രക്ചറാണല്ലേ. അപ്പം ബ്ലഡ് കിഡ്നിക്കകത്തോട്ട് പോകുന്നുണ്ട് ഹൈലം വഴി. ഹൈലം നിന്ന് ചെറിയ സ്മോൾ ബ്രാഞ്ചസ് വഴി വീണ്ടും സ്മോൾ ബ്രാഞ്ചസ് വഴി അഫറൻ്റ് ആർട്ടീരിയോൾസിൽ പോകുന്നുണ്ട്. എന്നിട്ടത് ഗ്ലോമർലോസിലെത്തും. ആ ഗ്ലോമർലസ് ആണ് ഒരു എന്താണ് ഒരു റൗണ്ടായിട്ടുള്ള സ്ട്രക്ചർ. നമ്മൾ പടം വരയ്ക്കുന്ന സമയത്ത് ആ റൗണ്ടായിട്ടുള്ള സ്ട്രക്ചറാണ് ഗ്ലോമർലസ്. പിന്നെ എഫറൻ്റ് ഉണ്ട്. ദെൻ ട്യൂബുലാർ സ്ട്രക്ചേഴ്സ്, വെയിൻസ്, റീനൽ വെയിൻസ് ആൻഡ് ഇൻഫീരിയർ വീന കാവ. ഓക്കെ, ഒരു ഭാഗത്തുണ്ടോ? അതായത് നമുക്ക് ബ്ലഡിനെ സപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും ആർട്ടീരിയോൾസ് കഴിഞ്ഞ്, ആർട്ടറീസ് കഴിഞ്ഞ്, അയോട്ട കഴിഞ്ഞ്, പിന്നെ വീനക്കാവക ആ ഒരു പാർട്ട് എത്തി, നല്ല ബ്ലഡിനെ കൊടുത്തു. അയോട്ട വഴി, വീനക്കാവ വഴി, വെന്യൂൾസ് വഴിയൊക്കെ പുറത്തോട്ട് പോകുന്നുണ്ട്. ഓക്കെ, നല്ല ബ്ലഡ് എത്തിയല്ലേ. നല്ല ബ്ലഡ് എത്തിയതിന് ശേഷം ടിഷ്യൂവിൽ നിന്ന് തിരിച്ച് പോവുകയാണ് ചെയ്യാനുള്ളത്. തിരിച്ച് പോകുന്ന സമയത്ത് ആദ്യം വെയിൻസ്, റീനൽ വെയിൻ, ഇൻഫീരിയർ വെയിൻ. ഇനി ഫിസിയോളജി ഓഫ് യൂറിൻ ഫോർമേഷൻ അത് വരുന്നത് ഫിൽട്രേഷൻ,
റീഅബ്സോർപ്ഷൻ, അൾട്രാ ഫിൽട്രേഷൻ, എക്സ്ക്രീഷൻ, ഫിൽട്ടർ ചെയ്യുക, റീഅബ്സോർബ് ചെയ്യുക ആൻഡ് എക്സ്ക്രീഷൻ നടത്തുക. ദെൻ ഇൻഅപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള പ്ലേസിലൊന്നും നമ്മൾ അങ്ങനെ യൂറിനേറ്റ് ചെയ്യൂല അല്ലേ. പക്ഷെ ആ ഒരു സ്പിങ്ചർ, നമ്മുടെ ഡെഡ്രൂസർ മസിൽസ് ഉണ്ട് അവിടെ, അതിനൊക്കെ ഡാമേജ് സംഭവിച്ചു കഴിഞ്ഞാലാണ് നമ്മളിപ്പം തന്നെ ഒരു കല്യാണത്തിന് പോയി, അവിടെ അപ്രതീക്ഷിതമായിട്ട് നമുക്ക് പെട്ടെന്ന് യൂറിനേറ്റ് ചെയ്തു. ഇപ്പം ചിലവർക്ക് ക്യാൻസർ വരുന്നില്ല ആ ഒരു പാർട്ടിലൊക്കെ, അവർക്കൊക്കെ പെട്ടെന്ന് ഇങ്ങനെ യൂറിനേറ്റ് ചെയ്യും, അവർക്ക് ബാലൻസ് കിട്ടത്തില്ല. എപ്പോഴും അവർ സാനിറ്ററി പാഡ് യൂസ് ചെയ്തിട്ടായിരിക്കും ഇരിക്കുന്നത്. ഇതൊക്കെ മറ്റൊരു കാര്യം. ഫങ്ഷൻസ് ഓഫ് കിഡ്നി, നമ്മുടെ കിഡ്നിയുടെ ഫങ്ഷൻ എന്താ? ഇത് ഈ പറയുന്ന ഫ്ലൂയിഡ്സിനൊക്കെ നന്നായിട്ട് ഫിൽട്ടർ ചെയ്ത് എക്സ്ക്രീഷൻ നടത്തുന്നത്, റീഅബ്സോർപ്ഷൻ ചെയ്യുന്നതൊക്കെ കിഡ്നിയുടെ ഫങ്ഷനാണ്. പിന്നെ ആസിഡ് ബേസ് ബാലൻസിൻ്റെ കാര്യം പറഞ്ഞു. വൈറ്റമിൻ ഡി വേണോ നമ്മുടെ ബോഡിയിൽ? നമ്മുടെ വൈറ്റമിൻ ഡി നമുക്ക് കിട്ടുന്നുണ്ട് അല്ലേ, UV റേഡിയേഷൻ വഴി. അതും ഇതുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഫൈൻഡ് ഇറ്റ് ഔട്ട് ആൻഡ് കം ഇൻ ദ നെക്സ്റ്റ് സെക്ഷൻ. ഞാൻ പറഞ്ഞാൽ മറക്കൂല, അല്ലെങ്കിൽ നിങ്ങൾ എന്നെ ഓർപ്പിക്കണം, ഞാൻ പറഞ്ഞു. അടുത്തത് അസസ്മെൻ്റ് ആണ്. അസസ്മെൻറ്റ് ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ ഹിസ്റ്ററി കളക്ഷൻ ചെയ്യുക. നമ്മൾ പേഷ്യൻറ്റിനോട് ചോദിക്കണം എന്താണ് ഇപ്പോഴത്തെ പ്രശ്നം, എത്ര നാളായി പേഷ്യൻ്റ് പ്രശ്നം ഉണ്ടായിട്ട്, പെയിൻ ഉണ്ടോ, എവിടെയാണ് പെയിന്, ലൊക്കേഷൻ എന്താണ്, എത്ര ഡ്യൂറേഷൻ ഉണ്ട് എന്നൊക്കെ അന്വേഷിക്കുക. എത്ര ഫ്രീക്വൻസിയിലാണ് യൂറിൻ പോകുന്നത്, മീൻസ് എപ്പോഴും മൂത്രം പോകുന്നുണ്ടോ, പോകുന്ന സമയത്ത് എത്ര യൂറിനാണ് പോകുന്നത്, രാത്രി ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് മൂത്രം പോകുന്നുണ്ടോ, അങ്ങനെയൊക്കെ നമ്മൾ ചോദിക്കണം. പിന്നെ നമ്മൾ ഒബ്ജക്റ്റീവ് ഡേറ്റ, ഫിസിക്കൽ എക്സാമിനേഷനകത്ത് എന്തെങ്കിലും ഇപ്പം അസൈറ്റിസ് ഉണ്ടോ എന്ന് നമ്മൾ നോക്കാറുണ്ട്. ഇപ്പം കിഡ്നിക്ക് പ്രശ്നമുള്ള ആളുകൾക്കൊക്കെ നമ്മൾ അബ്ഡോമൻ നോക്കുന്ന സമയത്ത് ഭയങ്കര വലുതായിട്ടായിരിക്കും ഇരിക്കുന്നത്. പിന്നെ ബ്രൂസസ്, എപ്പോഴും ഭയങ്കര സ്കിന്നൊക്കെ ഭയങ്കര ചൊറിച്ചിലൊക്കെ അവർ പറയാറുണ്ട്. ജോയിൻറ്റ് പെയിൻ അവർക്കുണ്ടാകാറുണ്ട്. ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ, എക്സ്കോറിയേഷൻ, പിന്നെ യുറീമിക് ഫ്രോസ്റ്റ്, ഹൈപ്പർ ട്രൈക്കോസിസ്. അങ്ങനെ നെയിൽസിലാണെങ്കിൽ കൊയിലൻഷ്യ, ഒരു സ്പൂൺ ഷേപ്ഡ് നെയിൽസ് ആയിരിക്കാം. ലൂണോഷ്യ, നമ്മുടെ നെയിൽസൊക്കെ ഭയങ്കര വൈറ്റൻഡ് ആയിരിക്കും. നോർമലി നമ്മുടെ നെയിൽസ് നോക്കിക്കഴിഞ്ഞാൽ ഒരു പിങ്കിഷ് കാണും, ബ്ലഡിൻ്റെ ഒക്കെ ഒരു സപ്ലൈ പിങ്കിഷ് ആണ്. ഇത് വൈറ്റ് ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. ബ്യൂസ് ലൈൻ കാണും. ഓക്കെ, മൗത്തിലാണെങ്കിൽ സ്റ്റൊമറ്റൈറ്റിസ് ആവാം, അല്ലെങ്കിൽ പേഷ്യൻ്റ് ഒരു അമോണിയ ബ്രെത്ത് ആയിരിക്കാം. നമ്മളിപ്പം ഡയബറ്റിക് ഉള്ള പേഷ്യൻറ്റിൻ്റെ ഒരു ഫ്രൂട്ടി സ്മെല്ലായിരിക്കും, ഇവിടെ അമോണിയം ബ്രെത്ത് ആയിരിക്കും അവർക്ക്. യുറീമിക് ഫ്രോസ്റ്റ്, ജിഞ്ചിവൈൽ ഹൈപ്പർട്രോഫി, പിന്നെ ഫേസ് ആൻഡ് എക്സ്ട്രിമിറ്റിക്ക് അത് ജനറലൈസ്ഡ് ആൻഡ് പെരിഫറൽ. ദെൻ കൺജങ്ക്റ്റിവൈൽ പാലർ ഉണ്ട്. CKDയിൽ കൺജങ്ക്റ്റൈവൽ പാലറാണ്. കോർണിയൽ അർക്കസ്, സാന്തലാസ്മ. AV ഫിസ്റ്റുല ആണ്. AV ഫിസ്റ്റുല ഉള്ള പേഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ ആ പേഷ്യൻ്റ് അപ്പോൾ നമ്മൾ ചിന്തിക്കണം, ഹീമോ ഡയാലിസിസ് ചെയ്യുന്ന പേഷ്യൻ്റ് ആണല്ലേ, അവർക്കാണ് AV ഫിസ്റ്റുല ഇടുന്നത്. പിന്നെ വയറിലാണെങ്കിൽ സ്ട്രൈ കാണാം, മാർക്സ് കാണാം, യൂണിലാറ്ററൽ മാസസ്, റൂദർഫോർഡ് മോറിസൺ, അംബിലിക്കൽ സ്കാർ. ഇതൊന്നും നമുക്ക് ഈ പറയുന്ന റീനൽ അസസ്മെൻറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. അബ്നോർമാലിറ്റീസ് നമ്മൾ മനസ്സിലാക്കണം. എങ്കിലേ ഇപ്പോൾ ഒരു പേഷ്യൻറ്റിന്, ഞാൻ റീനൽ അസസ്മെൻ്റ് ആയിട്ട് എടുത്ത 2 പേഷ്യൻറ്റിനാണ്. അപ്പം ആദ്യത്തെ പേഷ്യൻ്റ് ആണെങ്കിൽ 2 പേഷ്യൻറ്റിനും CKD 5ാമത്തെ സ്റ്റേജ്, നമ്മൾ സ്റ്റേജൊക്കെ പഠിക്കുന്നുണ്ട്, അപ്പം പറയാം കേട്ടോ. 5ാമത്തെ സ്റ്റേജിലായിരുന്ന പേഷ്യൻ്റ്, ഒരാൾ പറഞ്ഞു ഒരാൾക്ക് അസൈറ്റിസ് ഉണ്ടായിരുന്നു. അപ്പം കിഡ്നിക്ക് ഓക്കെ, ഈ അസൈറ്റിസ് ഉണ്ടെന്ന് പറഞ്ഞത് HDU, അതായത് കുറച്ചുകൂടി ക്രിട്ടിക്കലായിട്ട് കിടക്കുന്ന പേഷ്യൻ്റ്. HDUവിലാണ് ഞാൻ ഒരു പേഷ്യൻറ്റിനെ കണ്ടത്. അപ്പോൾ പേഷ്യൻ്റ് നോക്കിയപ്പോൾ തന്നെ അസൈറ്റിസ് ഉണ്ട്. അപ്പോൾ എനിക്ക് തോന്നി ഇതേപോലെ കിഡ്നിക്ക് എന്തെങ്കിലും പ്രശ്നമുള്ളതാണോ. അങ്ങനെ കേസ് ഷീറ്റ് നോക്കിയപ്പോഴാണ് പേഷ്യൻ്റിന് CKD ഉണ്ട്. അപ്പം നമ്മൾ അബ്നോർമാലിറ്റീസ് മനസ്സിലാക്കി നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഒരു പേഷ്യൻറ്റിന് ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പേഷ്യൻ്റാണ്. ചോദിച്ചപ്പോൾ ആ ചേട്ടന് ഭയങ്കരമായിട്ട് ദേഹം ഇങ്ങനെ ചൊറിയുന്നതൊക്കെ ഒരു ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷനാണ്. അപ്പോൾ ആ ഒരു പേഷ്യൻറ്റിന്, ആ ചേട്ടന് 34 വയസ്സേ ഉള്ളൂ. CKD ഉണ്ട്, CAD ഉണ്ട്,
ട്യൂബർകുലോസിസ് ഉണ്ട്. CKD 5ാമത്തെ സ്റ്റേജാണ്, 14 വയസ്സ്. ഓക്കെ, പിന്നെ ഫ്ലാങ്ക് സ്കാർ. ഇപ്പം നെഫ്രക്ടമി ചെയ്ത പേഷ്യൻ്റ് നമ്മൾ പറയും കേട്ടോ ഏത് കണ്ടീഷനിലാണ് നമുക്ക് ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യാവുന്നത്, ചെയ്യാൻ പറ്റാത്തത്, ഡോണർ എങ്ങനെയാണെന്നൊക്കെ ക്ലിയർ ആയിട്ട് നമ്മൾ പഠിച്ചു പോകുന്നതായിരിക്കും. ഓസ്കൾട്ടേഷൻ നമ്മൾ ചെയ്യുന്ന കോസ്റ്റോ വെർട്ടിബ്രൽ ആംഗിൾ, അതായത് CVA ബാക്ക് പാർട്ടിലാണ് ചെയ്യുന്നത്. ഓസ്കൾട്ടേറ്റ് ചെയ്യുക ദ പ്രസൻസ് ഓഫ് സിസ്റ്റോളിക് ബ്രൂയിസസ്. റീനൽ ആർട്ടറിക്ക് എന്തെങ്കിലും സ്റ്റീനോസിസ് സംഭവിച്ചാൽ അങ്ങനെ. പാൽപേഷൻ CVAയിൽ ഫോംഡ് ബൈ എ റിഡ് കേജ്. പെർക്കഷൻ, ഫസ്റ്റ് പെർക്കഷനോട് കിഡ്നി പങ്ക്ചർ. പെയിൻ ഉണ്ടെങ്കിൽ കോളിസിസ്റ്റിക്, പെയിൻ ഇല്ല എന്നുണ്ടെങ്കിൽ നോർമലാണ്. നോർമലി ബ്ലാഡർ പാൽപ്പബിൾ ഒന്നും അല്ല. 150 ml കൂടുന്നത് വരാം. ഇപ്പോൾ നമ്മുടെ ബ്ലാഡർ 250 ml കൂടുതലാണെന്നുണ്ടെങ്കിൽ സിംഫൈസിസ്. അടുത്തയാണ് ഡയഗ്നോസ്റ്റിക് മെഷേഴ്സ്. എങ്ങനെയൊക്കെയാണ് കിഡ്നിക്ക് പ്രശ്നമുള്ള പേഷ്യൻറ്റിന് നമുക്ക് ഡയഗ്നോസ് ചെയ്യാം എന്ന്. അതിനുവേണ്ടി ഞാൻ വേറൊരു പേഷ്യൻറ്റിന്, ഇതുപോലെ നമ്മൾ കുറേ പേഷ്യൻറ്റിനെ കാണുന്ന CKD വെച്ചിട്ട് ഓരോ കണ്ടീഷൻ നമ്മളിങ്ങനെ വായിച്ചു വരുമ്പോൾ ആ പേഷ്യൻ്റ് അതുണ്ടായിരുന്നല്ലേ എന്ന് ചിന്തിക്കുന്നത്. ഓക്കെ, ഡയഗ്നോസ്റ്റിക് മെഷേഴ്സിനകത്ത് ആദ്യത്തെയാണ് യൂറിൻ അനാലിസിസ്. നമുക്കൊരു ബേസ് ആയിട്ടുള്ള ഒരു ഐഡിയ പ്രൊവൈഡ് ചെയ്യുന്നത് യൂറിൻ അനാലിസിസ് ആണ്. ഇതിനാണ് നമ്മൾ ചെയ്യുന്നത്. ആദ്യം നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് ഒരു യൂറിൻ കളക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ കളക്ട് ചെയ്തതിന് ശേഷം 1 മണിക്കൂറിനുള്ളിൽ ഒരു യൂറിൻ കളക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ ആ ഏരിയ നന്നായിട്ട് പെരിനിയൽ റീജിയനൊക്കെ നന്നായിട്ടൊന്ന് വാഷ് ചെയ്ത് വിടണം. ഓക്കെ, അടുത്താണ് ക്രിയാറ്റിൻ ക്ലിയറൻസ് ടെസ്റ്റ്. ഇപ്പം തന്നെ നമ്മൾ ഹാർട്ടിന് പ്രശ്നമുള്ള പേഷ്യൻ്റാണ്, അല്ലെങ്കിൽ ഹാർട്ട് നല്ലൊരു നെഞ്ചുവേദന വന്നു, നമ്മൾ ആ നോക്കുന്നത് ഈ പറയുന്ന ട്രോപ്പോനിനാണ്. അപ്പം ഒരു ലാബ് ഇൻവെസ്റ്റിഗേഷൻ, നമ്മൾ CKD എഴുതുന്ന കണ്ടീഷനിൽ ഏറ്റവും പ്രധാനമായിട്ട് മസ്റ്റായിട്ട് എഴുതിയിരിക്കുന്ന ലാബ് ഇൻവെസ്റ്റിഗേഷനാണ് സെറം ക്രിയാറ്റിനെ നമ്മൾ നോക്കും. പിന്നെ പൊട്ടാസ്യത്തിൻ്റെ അളവൊക്കെ നമ്മൾ നോക്കാം. ഓക്കെ, അപ്പം മോർ ക്ലിയർ ടു ചെക്ക് കിഡ്നി ഹാസ് എനി പ്രോബ്ലം. നോർമൽ ഫൈൻഡിങ് ഒരു 18 മുതൽ 135 ml പെർ മിനിറ്റിൽ. നമ്മൾ 24 hours യൂറിൻ സ്പെസിമെൻ്റ് കളക്ട് ചെയ്യണം. ഇപ്പം യൂറിൻ കളക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ മിഡ് സ്ട്രീം യൂറിൻ കളക്ട് ചെയ്യുന്നതാണ് ബെസ്റ്റ്. അതായത് പേഷ്യനോട് യൂറിനേറ്റ് ചെയ്യാൻ പറയണം. യൂറിനേറ്റ് ചെയ്യുന്ന തുടക്കത്തിൽ തന്നെ നമ്മളത് വെക്കാൻ, നമ്മൾ കളക്ട് ചെയ്യാനായിട്ട് ട്യൂബ് കൊടുക്കുമല്ലോ, അത് കളക്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ, പാസ് ചെയ്യുന്നതിന് മുമ്പ് അവിടെ വെക്കുന്നതിന് പകരം ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പാസ് ചെയ്തുകൊണ്ടിരിക്കും, ഇതിനിടയ്ക്ക് വെക്കുക, കളക്ട് ചെയ്യാൻ വേണ്ടി. കാരണം നമ്മൾ മിഡ് സ്ട്രീം യൂറിനാണ് നല്ലത്. പിന്നെ ശരിക്കും നമ്മുടെ ബോഡിയിൽ പ്രോട്ടീൻ എല്ലാം ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് വേസ്റ്റായിട്ട് ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കുന്നതാണ് ഈ ക്രിയാറ്റിൻ. അപ്പോൾ ക്രിയാറ്റിനിൻ വേസ്റ്റാണ്. വേസ്റ്റാണ്. അപ്പം നമ്മുടെ കിഡ്നിയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ഫങ്ഷനാണ് വേസ്റ്റിനെ എല്ലാം എക്സ്ക്രീറ്റ് ചെയ്ത് കളയുക. വേസ്റ്റ് അങ്ങനെ അക്യുമുലേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് അതിനർത്ഥം അപ്പുറത്ത് ക്രിയാറ്റിനെ നന്നായിട്ട് കിഡ്നി പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നില്ല എന്നല്ലേ ആണ്. അപ്പം നമ്മളത് നോക്കണം. ഇനി യൂറിൻ കൾച്ചർ ചെയ്യാം. അപ്പം ക്ലിയർ ആയിട്ട് ക്ലിയർ ആയിട്ട് നമ്മൾ മിഡ് സ്ട്രീം യൂറിൻ വേണം കളക്ട് ചെയ്യാനായിട്ട്. ഇനി 10,000 ഓർഗാനിസംസ് ആണ് ഒരു ml 10,000 കൂടുതൽ ml ഓർഗാനിസം ഉണ്ടെങ്കിൽ നമുക്ക് പറയാം പേഷ്യൻ്റ് ഇൻഫെക്ഷസ് ആണെന്ന്. അത് ഇനി 10,000 കുറവാണെന്നുണ്ടെങ്കിൽ ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ തന്നെ ഒരു മൈൽഡായിട്ടുള്ളതായിരിക്കാം, അല്ലെങ്കിൽ ഇൻഫെക്ഷൻ ഇല്ല എന്നുള്ള സ്റ്റേജാണ് 10,000 താഴെ. അടുത്തയാണ് കോൺസെൻട്രേഷൻ ടെസ്റ്റ്. കിഡ്നിക്കകത്ത് കോൺസെൻട്രേഷൻ ടെസ്റ്റ് ഉണ്ട്. ഇതാണ് ഫ്ലൂയിഡിനെ കിഡ്നിയിൽ കൺസേർവ് ചെയ്ത്, അതായത് നമ്മുടെ കിഡ്നിക്ക് ഫ്ലൂയിഡിനെ കൺസേർവ് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ട്. ആ എബിലിറ്റീനെ ചെക്ക് ചെയ്യുന്നുണ്ട്. ഇനി ഡയബറ്റിക് ഇൻസിപ്പിഡസ് ആണോ? ഡയബറ്റിക് ഇൻസിപ്പിഡസ് ഡയബറ്റിക് മെലിറ്റസ് തമ്മിൽ വ്യത്യാസമുണ്ട്. ഡയബറ്റിക് മെലിറ്റസ് എന്ന് പറയുന്നത് ഡയബറ്റിസ് മെലിറ്റസ് നമ്മുടെ ബോഡിയിൽ ബ്ലഡിനകത്ത് ഷുഗറിൻ്റെ കണ്ടൻറ്റ്, ഗ്ലൂക്കോസിൻ്റെ കണ്ടൻറ്റ് കൂടുന്നൊരു അവസ്ഥയാണ്. ഡയബറ്റിക് ഇൻസിപ്പിഡസിനകത്ത് നമുക്ക് കാണുന്നത് പേഷ്യൻ്റ് ഒരുപാട് യൂറിൻ അങ്ങ്
പുറത്തോട്ട് ഇങ്ങനെ എലിമിനേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇതിന് ആൻറ്റി ഡയൂററ്റിക് ഹോർമോണുമായിട്ടൊക്കെ ഒരു റിലേഷൻഷിപ്പ് ഉണ്ട്. അപ്പം ഡയബറ്റിക് ഇൻസിപ്പിഡസ് ഉണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യും. NPO നമ്മൾ ബിഫോർ, അതായത് നമ്മളിപ്പം ഫസ്റ്റ് സാമ്പിൾ എടുക്കുന്നതിന് മുമ്പ് ഒരു 8 മുതൽ 12 മണിക്കൂർ 10 മണിക്കൂർ നമ്മൾ പേഷ്യനോട് പറയും ഒരു ഫ്ലൂയിഡും കുടിക്കരുതെന്ന്. കാരണം അതുകൊണ്ടാണ് നമ്മൾ രാവിലെ പേഷ്യൻറ്റിനെ കൊണ്ട് യൂറിൻ ടെസ്റ്റ് ചെയ്യിപ്പിക്കുന്നത്. ഓൾറെഡി നമ്മൾ ഉറങ്ങുന്ന സമയത്ത് നമ്മൾ ഫ്ലൂയിഡ് കൺസ്യൂം ചെയ്യുന്നില്ല. നമ്മൾ ഉറങ്ങാൻ കിടക്കുന്ന ഒരു ടൈമും ഉറങ്ങി എഴുന്നേൽക്കുന്ന ഒരു ടൈം ഫ്ലൂയിഡ് അവോയ്ഡ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ NPO ആവും ഇത്രയും മണിക്കൂർ. ഓക്കെ, ദെൻ യൂറിൻ സൈറ്റോളജി നമ്മുടെ സെല്ലുലാർ രീതിയിൽ സെല്ലിന് എന്തെങ്കിലും യൂറിനറി ചേഞ്ചസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അടുത്തയാണ് ടൈംഡ് യൂറിൻ കളക്ഷന്. ആ ഒരു യൂറിനകത്തുള്ള ഷുഗർ, ബ്ലഡ് ഉണ്ടോ, പ്രോട്ടീൻ, ബ്ലഡ് സെൽസ് ഉണ്ടോ, RBC ഉണ്ടോ, പസ് സെൽസ് ഉണ്ടോ എന്ന് കണ്ടെത്താനായിട്ട് ഹെൽപ്പ് ചെയ്യും. കിഡ്നിക്ക് പ്രോപ്പറായിട്ട് യൂറിനെ കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള ഒരു എബിലിറ്റി ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട്. അടുത്തയാണ് ബ്ലഡ് യൂറിയ നൈട്രജന്. നോർമലി ഒരു 5.20 മില്ലിഗ്രാം ആണ് 100 ml-നകത്തുള്ളതെങ്കിൽ ഇറ്റ് ഇൻഡിക്കേറ്റ് ദ എബിലിറ്റി ഓഫ് ദ കിഡ്നി ടു എക്സ്ക്രീറ്റ് നൈട്രോജീനസ് വേസ്റ്റ്. നമ്മുടെ കിഡ്നിക്ക് പ്രോപ്പറായിട്ട് നൈട്രോജീനസ് വേസ്റ്റിനെ എലിമിനേറ്റ് ചെയ്യാനുള്ള ഒരു കേപ്പബിലിറ്റി ഉണ്ടെന്ന് നമുക്ക് പറയാം. ദെൻ പ്രത്യേകിച്ച് അങ്ങനെ സ്പെസിഫിക് ആയിട്ടുള്ള പ്രിപ്പറേഷൻ ഒന്നുമില്ല. നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പ്രത്യേകിച്ച് പ്രിപ്പറേഷൻ ഒന്നുമില്ല. പിന്നെ നമ്മൾ കഴിക്കുന്ന ഡയറ്റിന് ക്രിയാറ്റിനിൻ ലെവലുമായിട്ടൊക്കെ ഒരു ചെറിയൊരു ഇൻഫ്ലുവൻസ് ഉണ്ട്. പിന്നെ സോഡിയത്തിൻ്റെ നോർമലായിട്ടുള്ള ലെവൽ 135 to 145 മില്ലി ഇക്വലന്റ് പെർ ലിറ്റർ ആണ്. ആൻഡ് അതൊരു നോർമൽ റേഞ്ചിൽ തന്നെ നിൽക്കും. ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ മെയിനായിട്ട് നോക്കുന്നത് ക്രിയാറ്റിനും പൊട്ടാസ്യവുമാണ്. സോഡിയമൊക്കെ ആ ലെവലിൽ അങ്ങ് നിന്നോളും. പൊട്ടാസ്യം ആണെങ്കിൽ പൊട്ടാസ്യത്തിൻ്റെ ലെവലാണ് ഡിറ്റർമിനേഷൻ ഇസ് ക്രൂഷ്യൽ, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് പറയുന്നത്. ഈ പറയുന്ന ഇലക്ട്രോലൈറ്റ് ആദ്യം ഇൻക്രീസ് ആവും. അത് ഇൻക്രീസ് ആവുന്നത് വഴി മസിൽസിനെ വീക്കെൻഡ് ആക്കുകയും കാർഡിയക് അരിത്മിയാസിസ് ഉണ്ടാക്കുകയും ചെയ്യും. ഇനി അടുത്തയാണ് കാൽഷ്യം. കാൽഷ്യം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടുന്നതാണ് ബോൺസിന്, മസിൽസിൻ്റെ കൺട്രാക്ഷന്, കൂടാതെ തന്നെ ഡിക്രീസ്ഡ് അബ്സോർപ്ഷൻ ഓഫ് കാൽഷ്യം, റീനൽ ഓസ്റ്റിയോഡിസ്ട്രോഫി, മസിൽസിനൊക്കെ പ്രശ്നം വരും. ഫോസ്ഫറസ് ആണെങ്കിൽ നമ്മുടെ ബോഡിയിൽ എക്സസീവ് ആയിട്ടുള്ള ഫോസ്ഫറസ് ഉണ്ടെങ്കിൽ റിമൂവ് ചെയ്യുന്ന ആളാണ് കിഡ്നി. അപ്പം ഇവിടെ ഒരുപാട് ഫോസ്ഫറസിൻ്റെ ലെവൽ എലിവേറ്റഡ് ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. അതിൻ്റെ സോഫ്റ്റ് ആയിട്ടുള്ള ടിഷ്യൂ കാൽസിഫിക്കേഷൻ സംഭവിക്കും, കാൽഷ്യം കാൽസിഫിക്കേഷൻ. അടുത്തയാണ് ബൈകാർബണേറ്റ്. അപ്പം നമ്മൾ ആദ്യം പറഞ്ഞ സോഡിയമാണ്. സോഡിയം ഒരു നോർമൽ റേഞ്ചിലായിരിക്കും ഇരിക്കുന്നത്. പൊട്ടാസ്യത്തിൻ്റെ ലെവലാണെങ്കിൽ കൂടുതലായിരിക്കും കാണുന്നത്. അത് കാർഡിയക് ഡിസെർമിയാസിസ്, മസിൽ വീക്ക്നെസ്സിലോട്ടൊക്കെ പോവും. പിന്നെ കാൽഷ്യം ആണെങ്കിൽ നമ്മുടെ ബോൺസിന് ഇമ്പോർട്ടൻ്റ് ആണ്. മസിൽ ഡിസ്ട്രോഫി ഒക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഫോസ്ഫറസ് ആണെങ്കിൽ നമ്മുടെ ബോഡിയിലുള്ള എക്സസീവ് ആയിട്ടുള്ള ഫോസ്ഫറസിനെ റിമൂവ് ചെയ്യുന്ന കിഡ്നിയാണ്. കിഡ്നി ഡാമേജ് ആകുമ്പോഴത്തേക്കും ഫോസ്ഫറസിൻ്റെ ലെവൽ എലിവേറ്റഡ് ആയിരിക്കും. ഓക്കെ, പറ്റുമെന്നുണ്ടെങ്കിൽ ഞാൻ ഫോട്ടോ കാണിക്കാം. ഇനി അടുത്ത സോഫ്റ്റ് ടിഷ്യൂ കാൽസിഫിക്കേഷൻ സംഭവിക്കും. ബൈകാർബണേറ്റ് ആണെങ്കിൽ റീനൽ ഫെയിലിയർ ഉണ്ടാവുക. കാരണം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ ബോഡിയിലുള്ള ഒരു ആസിഡ് ബേസ് ബാലൻസ് ഉണ്ട്. ആ ബാലൻസിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്, ബാലൻസ് ചെയ്ത് നിർത്തുന്നത് നമ്മുടെ കിഡ്നിയാണ്. ഇപ്പം ഡയാലിസിസിൻ്റെ ഒരു പ്രോസസ്സ് നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാവും, ഈ പറയുന്ന ആസിഡിനും ബൈകാർബണേറ്റിനൊക്കെ ഒരു ഇമ്പോർട്ടൻ്റ് റോൾ ഉണ്ട് അവിടെ, നമ്മൾ പഠിക്കും. യെസ്. അടുത്തത് റേഡിയോളജിക്കൽ ടെസ്റ്റാണ് KUD, കിഡ്നി, യൂറിറ്റർ, ബ്ലാഡർ. നമ്മളൊരു ഫ്ലാറ്റ് ആയിട്ടുള്ള എക്സ്റേ ആണ് അബ്ഡോമന് വേണ്ടി എടുക്കുന്നത്. ഇത് കാൽസിഫിക്കേഷനെ, സ്റ്റോണിൻ്റെ ലൊക്കേഷൻ എന്താണെന്നൊക്കെ നമുക്കൊരു ക്ലിയർ കട്ട് ഐഡിയ പ്രൊവൈഡ് ചെയ്യും. ഈ ഒരു ടെസ്റ്റിന് വേണ്ടി ആദ്യം നമ്മൾ ബൗൽ, നമ്മുടെ വയർ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് ഡോക്ടർ പറയും. അപ്പോൾ കിഡ്നി, യൂറിറ്റർ, ബ്ലാഡർ KUD ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള നമ്മൾ എക്സ്റേ ഒക്കെ സഹായത്തോടെയാണ് എടുക്കുന്നത്. സോ ഇത്രയും കാര്യമാണ് ഇന്നത്തെ സെഷനിൽ നമ്മൾ പഠിച്ചത്. അനാട്ടമി പഠിച്ചു, ബ്ലഡ് സപ്ലൈ പറഞ്ഞു, അതിൻ്റെ ഫിസിയോളജി, ഫങ്ഷൻസ്, അസസ്മെൻറ്റ്,
അസസ്മെൻറ്റ്, ഫിസിക്കൽ എക്സാമിനേഷൻ ഒക്കെ ചെയ്യുമ്പോൾ എന്ത് കിട്ടുമെന്ന് പഠിച്ചു. ആൻഡ് ഡയഗ്നോസ്റ്റിക് മെഷേഴ്സ്. ബാക്കിയുള്ള വീഡിയോ ആയിട്ട് ഐ വിൽ കം സൂൺ. താങ്ക് യു.